എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ മേടക്കൂറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം 2024 മെയ് മാസം 1-ാം തീയതി ഇടവക്കൂറിലേക്ക് മാറാൻ പോവുകയാണ്. 2025 മെയ് 14-ാം തീയതി വരെയുള്ള ഇടവക്കൂറിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം മൂലം മേടം മുതൽ മീനം വരെയുള്ള 12 കൂറുകൾ ജനിച്ചവർക്ക് ലഭിക്കാൻ പോകുന്ന അനുകൂലവും പ്രതികൂലവുമായ ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. രാശിഫലങ്ങൾ പൊതുഫലങ്ങളാണ്. ജാതകരീതി നടക്കുന്ന ദശാപഹാര ഫലങ്ങൾക്കനുസരിച്ച് ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. ശരി, എന്നാൽ നമുക്കിനി വ്യാഴമാൻ്റെ ഫലങ്ങളിലേക്ക് കടക്കാം. ധനുക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ നോക്കാം. 2024 മെയ് 1-ാം തീയതി മുതൽ രാശിനാഥനായ വ്യാഴം 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ചിലവുകളും ശത്രുശല്യവും അധികരിക്കുന്ന സമയമാണിത്. വിദ്യാർത്ഥികൾ കൂടുതൽ ശ്രദ്ധയോടെ പഠിച്ചാൽ മാത്രമേ പരീക്ഷകളിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ജോലിയിലുള്ളവർക്ക് ജോലിഭാരം അധികരിക്കുമെങ്കിലും അതിനനുസരിച്ച് ശമ്പള വർധനയും ഉണ്ടാകും. വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്ക് തൊഴിൽപരമായി ശത്രുക്കൾ അധികരിക്കുന്ന സമയമാണ്. വ്യാഴദൃഷ്ടി 10-ാം ഭാവത്തിലേക്ക് വരുന്നതിനാൽ ഇപ്പോൾ തൊഴിൽ സ്ഥാനത്ത് കേതു സഞ്ചരിക്കുന്നത് മൂലം തൊഴിൽപരമായി ഉണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ജോലിയിലുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കും. തടസ്സപ്പെട്ട ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കും. വ്യാഴം 12-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ അനാവശ്യമായ ചെലവുകളെ നിയന്ത്രിക്കാൻ സാധിക്കുമെങ്കിലും ശുഭകാര്യങ്ങൾക്ക് വേണ്ടി ചെലവുകൾ ചെയ്യേണ്ടതായി വരും. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ജോലി ലഭിക്കും. ചിലർക്ക് വീട് മാറേണ്ട സാഹചര്യമുണ്ടാകും. വ്യാഴം 2-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിനാൽ പഠനം കഴിഞ്ഞ് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും. കുടുംബത്തിലുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും. 2024 മെയ് 1-ാം തീയതി മുതൽ ജൂൺ 13-ാം തീയതി വരെ ഇടവക്കൂറിലുള്ള സൂര്യന്റെ നക്ഷത്രമായ കാർത്തികയിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വരുമാനം അധികരിക്കും. അനുകൂലമായ സ്ഥലം മാറ്റമുണ്ടാകും. വരാൻ പോകുന്ന ഒരു വർഷക്കാലത്തിനുള്ളിൽ 2 പ്രാവശ്യം രോഹിണിയിൽ വ്യാഴം സഞ്ചരിക്കുന്നുണ്ട്. അതിൽ ജൂൺ 13 മുതൽ ഓഗസ്റ്റ് 20 വരെ നേർഗതിയിലും പിന്നീട് നവംബർ അവസാനം മുതൽ 2025 ഏപ്രിൽ വരെ വക്രഗതിയിലുമാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. ഈ കാലയളവിൽ മനോവിഷമമുണ്ടാകും. ചെലവുകളും അധികരിക്കും. ചെറിയ അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാനും സാധ്യതയുള്ള സമയമാണിത്. 2024 ഓഗസ്റ്റ് 20 മുതൽ നവംബർ 28 വരെ ചൊവ്വയുടെ നക്ഷത്രമായ മകരത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുന്നതിനാൽ വളരെ നാളായി കുട്ടികളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും. സ്ഥലം വാങ്ങുവാനോ വാങ്ങിയ സ്ഥലത്ത് വീട് വയ്ക്കാനോ യോഗമുണ്ടാകും. മൊത്തത്തിൽ നോക്കുമ്പോൾ ധനുക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് അനുകൂലമല്ലെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ധനുക്കൂറിൽ ജനിച്ചവരുടെ വ്യാഴമാറ്റ ഫലങ്ങളെ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മകരക്കൂറിൽ ജനിച്ചവരുടെ ഫലങ്ങളെ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.